മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ വിനായകൻ പുരസ്കാര ലബ്ധിയെക്കുറിച്ച് പറയുമ്പോഴും കമ്മട്ടിപ്പാടത്തെ പച്ച മനുഷ്യനാണ്. മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കണമെങ്കിൽ മുഴുനീള നായക കഥാപാത്രമാവണമെന്നില്ല എന്ന് ഇക്കൊല്ലത്തെ പുരസ്കാര പ്രഖ്യാപനം തെളിയിച്ചപ്പോൾ ആഹ്ലാദിക്കുന്നത് സിനിമാ ലോകം മാത്രമല്ല പ്രേക്ഷകരുമാണ്. കാരണം മികച്ച നടന മുഹൂർത്തങ്ങൾ ഈ മാനദണ്ഡപ്രകാരം അംഗീകരിക്കപ്പെടാതെ പോയിട്ടുണ്ട്. സിനിമാ ലോകത്തിൻ്റെ അനുമോദനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വിനായകൻ ഒരു തിരുത്തായി മാറുന്നു. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനെ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കും നിവിടം ഭൂലോകം തിരുമകനെ. കലഹിച്ചു മരിക്കും നിവിടം ഇഹലോകം എൻ തിരുമകനെ. ഞാനും വിനായകനായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കുറെ വർഷങ്ങളായി. ഇപ്പോ എന്താ തോന്നുന്നത്, എനിക്കോട് ഞാനായിട്ട് നമ്മൾ 3 പേര് അഭിനയിച്ച 2-3 ചിത്രങ്ങളുണ്ട്. ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന ചിത്രത്തിൽ ഞങ്ങൾക്കൊന്ന് അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതിനുശേഷം ഇയോബിന്റെ പുസ്തകം എന്ന് പറയുന്ന ചിത്രത്തിലും ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. എനിക്ക് തോന്നുന്നു വിനായകനിൽ നിന്നും ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇപ്പോഴാണ് വിനായകന്റെ കഴിവ് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ തിരിച്ചറിഞ്ഞു. അറിയേണ്ടവരറിഞ്ഞത് ഇപ്പോഴാണെന്ന് തോന്നുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് അവാർഡ് കിട്ടുമ്പോൾ അത് വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും കാണുന്നവർക്കും സന്തോഷമാണ്. അപ്പോ ഭാവിയിൽ ഇനി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും അവാർഡ് കിട്ടിയിട്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങിയതാണ്. ചേട്ടൻ വിളിച്ചപ്പോൾ വരാതിരിക്കാൻ ഒരു നിർവാഹമില്ല. നേരെ വന്നു, ചേട്ടനെ കണ്ടു, സന്തോഷപ്പെട്ടു. പിന്നെ എൻ്റെ പവറായ നിങ്ങളെയും കണ്ടു, വളരെ സന്തോഷം. ഞാൻ ആ സൗണ്ട് തന്നെയാണ് എനിക്കാണ് കിട്ടിയെന്ന് ഇങ്ങനെ പറയാം. നിങ്ങൾക്കാണ് കിട്ടിയത് അല്ലേ? നമ്മൾക്കാണ് കിട്ടിയത്. അത് നിങ്ങളുടെ സന്തോഷമാണ്. അത് ഞാൻ പങ്കിട്ടു. എനിക്ക് വളരെ സന്തോഷം. ഒരു വാക്കുമില്ല പറയാൻ. അങ്ങനെ ഹൈയിലാണ് ഇപ്പോൾ അവാർഡ് കിട്ടിയിട്ടേ. താങ്ക് യു. നഗരം വിഴുങ്ങുന്ന കമ്മട്ടിപ്പാടങ്ങളിലെ അരുകു ജീവിതം പറയുന്ന സിനിമയ്ക്കാണല്ലോ വിനായകന് പുരസ്കാരം ലഭിച്ചത്. യഥാർത്ഥ ജീവിതത്തിൽ വിനായകൻ വരുന്നതും ആ കമ്മട്ടിപ്പാടത്തു നിന്ന് തന്നെ. അംഗീകാരത്തിന് പിന്നാലെ കൊച്ചി നഗരസഭയുടെ മേയർ നഗരമാതാവ് സൗമിനി ജയൻ വിനായകനെ അനുമോദിക്കാൻ എത്തി. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനെ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ സ്ത്രീകളും ഫാമിലീസൊക്കെ വരുന്ന ഇതുപോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശം. അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ്. വക്രദൃഷ്ടി അവസാനിക്കുന്നു. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. നന്ദി, നമസ്കാരം.